ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ LED വീഡിയോ വാളിൽ LED ഡിജിറ്റൽ ബോർഡിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു 40 ആംപിയർ 5 വോൾട്ട് ഈ ഒരു SMBSൻ്റെ റിപ്പയറാണ്. ഇത് വൈവൈ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. വൈവൈ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് നല്ല ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അതായത് ഇത് നല്ല ലാസ്റ്റിംഗ് ഒക്കെ കിട്ടുന്ന ഒരു നല്ല പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇത് മിക്കവാറുമൊക്കെ ഡെഡ് കണ്ടീഷനിലായിരിക്കും കംപ്ലൈൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മളിതിൻ്റെ സ്ക്രൂ കാര്യങ്ങളെല്ലാം ഇളക്കുക. അതായത് ഈ മുകളിലത്തെ കവർ ഇളക്കണമെന്നില്ല, നമ്മൾ ഇവിടുത്തെ ഒരു സ്ക്രൂ ഉണ്ട്, അത് ഇളക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ തള്ളി ഇങ്ങനെ ഊരി മാറ്റാവുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് 1, 2, 3, 4 സ്ക്രൂകളുണ്ട്. ആ സ്ക്രൂ എല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു മോസ്ഫെക്റ്റിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്, ഒരു സ്ക്രൂ ഉണ്ട്, അതിങ്ങനെ ഇളക്കുക. ഇത് ഇളക്കി പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് മാക്സിമം വരുന്ന കംപ്ലൈൻറ്റുകൾ ഇതിനകത്ത് മോസ്ഫെക്റ്റ് ഉണ്ട്. അപ്പോൾ മോസ്ഫെക്റ്റിൻ്റെ പ്ലേസ് ഞാനിപ്പോൾ അത് ഓൾറെഡി ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മോസ്ഫെക്റ്റ് ഇവിടെയാണ് ആ മോസ്ഫെക്റ്റ് വരുന്നത്. അപ്പോൾ അതാണ് മാക്സിമം കംപ്ലൈൻറ്റിന് വരാൻ സാധ്യതയുള്ളത്. വേറെ സാധനങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇളക്കിയ മോസ്ഫെക്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്പർ 11N50 എന്ന് പറയുന്ന മോസ്ഫെക്റ്റാണിത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഈ മോസ്ഫെക്റ്റാണ്. ഇത് 7N65 എന്ന് പറയുന്ന മോസ്ഫെക്റ്റാണ്. അപ്പോൾ നമ്മൾ അതിന് പകരം ഇത് ഇട്ടാലും മതി. ഇതിന് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് ഏകദേശം 30 രൂപയോ അങ്ങനെ അറേഞ്ച് വരുള്ളൂ. നമുക്കിത് കണക്കത്തെ 2 എണ്ണം ആവശ്യമാണ്. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ മോസ്ഫെക്റ്റ് റീപ്ലേസ് ചെയ്ത് സോൾഡർ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഞാനത് ആകെ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ 2 മോസ്ഫെക്റ്റുകളാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ കണക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ സപ്ലൈ ഒരു സീരിയൽ ബൾബ് വഴിയാണ് കൊടുക്കുന്നത്. നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ ഒരു സീരിയൽ ബൾബ് മുഖേന ഡിവൈസ് കണക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പം കൂടുതൽ കമ്പോണൻറ്റുകൾ ചീത്തയാവുന്ന ഒരവസ്ഥയിലേക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സീരിയൽ ബൾബ് മുഖേന ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കണക്ഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ ഓണാക്കുന്ന സമയത്ത് കണ്ടോ അത് ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞു. ആ LED ഗ്ലോ ചെയ്യുന്ന കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ ആ മോസ്ഫെക്റ്റൊക്കെ ചേഞ്ച് ചെയ്തു എന്നുള്ളത്. മോസ്ഫെക്റ്റ് ചെക്ക് ചെയ്യാനും നിന്നില്ല. 2 മോസ്ഫെക്റ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി. അപ്പോൾ മാക്സിമം ഇതിനകത്തുള്ള കംപ്ലൈൻറ്റുകൾ വരിക ഈ മോസ്ഫെക്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഇടിവെട്ടുന്ന അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ കൂടുതൽ കമ്പോണൻറ്റുകളൊക്കെ ചീത്തയാവും. അത് പിന്നെ നമുക്ക് റിപ്പയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ വരുവാണെങ്കിൽ മാക്സിമം ഈ മോസ്ഫെക്റ്റിൻ്റെ സൈഡ് തന്നെയായിരിക്കും, മോസ്ഫെക്റ്റ് കംപ്ലൈൻറ്റ് തന്നെയായിരിക്കും വരിക. ഇങ്ങനെയുള്ള റിപ്പയറുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് അറിയാവുന്നവർ ഇത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ റിപ്ലൈ ആയിട്ടിടണം. താങ്ക് യു.